ഹായ് എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് ഇത് കാണുന്ന പയ്യന്മാർക്ക് ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ തിരിച്ച് പ്രണയിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയെ താനുമായിട്ട് പ്രണയത്തിലാക്കുക? ഹൗ ടു മേക്ക് എ ഗേൾ ഫാൾ ഇൻ ലവ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് ആ പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു 4-5 കാര്യങ്ങൾ പറയണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ സിമ്പിളാണെന്നുണ്ടെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഓവറായിട്ട് കോംപ്ലിമെൻറ്റ്സ് അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഏകദേശം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ നമ്മൾ കുറേ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കും. മീൻസ് നിൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നിനക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉഷാർ അടിപൊളിയായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിമെൻറ്റ്സ് ഒരുപാട് കിട്ടാറുണ്ടാവും. അവർ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലും അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഭംഗി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന വഴിക്ക് തന്നെ ചിലപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ കോംപ്ലിമെൻറ്റ്സ് കുറേ ഇങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മളങ്ങനെ പറയുമ്പോഴും അവർക്ക് പ്രത്യേകിച്ച് അതിലൊരു വലിയ സുഖം തോന്നുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുക. മീൻസ് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാതിരിക്കാം, തീരെ കൊടുക്കരുത് എന്നല്ല. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കാം, പക്ഷേ ഓവറായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെയല്ല, പരിചയമുണ്ട് എന്നാലും സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കൊടുക്കരുത്, ചെറുതായിട്ട് 1-2 കോംപ്ലിമെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷനും ഇഷ്ടവും തോന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാവരെയും പോലെ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ എല്ലാ ആളുകളെയും പോലെയാണ് നമ്മളെ അവർ കാണുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലൊന്നും തോന്നില്ല, എല്ലാവരെയും പോലെ തന്നെ കോംപ്ലിമെൻറ്റ്സ് നൽകുന്നു, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ അവരെത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും വലിയ രീതിയിൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവരത് നോട്ട് ചെയ്യും. അപ്പോൾ അവരുടെ ഉള്ളിൽ ചെറുതായിട്ട് നമ്മൾ എന്താ ഒരു കോംപ്ലിമെൻ്റ് പോലും കൊടുക്കാത്തത് എന്നുള്ള തോന്നലൊക്കെ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓവർ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ 1-2 കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഓവറായിട്ട് എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ നല്ല കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പതിയെ സ്റ്റോപ്പ് ചെയ്തതുപോലെ ആക്കുക എന്നുള്ളതാണ്. നന്നായിട്ടൊന്ന് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അവർ നന്നായിട്ടത് മിസ് ചെയ്യും. നിങ്ങൾ ആ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് കുറഞ്ഞത് അവർ നന്നായിട്ട് മിസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് മനസ്സിലായാലോ, കോംപ്ലിമെൻറ്റ്സ് ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർ ചിലപ്പോൾ നിങ്ങളടുത്ത് മുന്നേ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരാഴ്ചയോ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് അവരോട് ചോദിക്കുക, എടി നീ അന്ന് പറഞ്ഞ കാര്യമില്ലേ, ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സംഭവം അത് ഓക്കെ ആയോ, അല്ലെങ്കിൽ എന്തായി എന്നുള്ള കാര്യം ചോദിക്കാം. അങ്ങനെ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്ത അവരിൽ വരും എന്നുള്ളതാണ്. അതുതന്നെയാണ് വേണ്ടത്. അവർ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരിലുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരുപാട് അവൈലബിൾ ആവരുത് എന്നുള്ളതാണ്. അവർ എവിടെ വിളിച്ചാലും പോവാം, എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഓക്കെയാണ്, ഫ്രീ ആണ്, സംസാരിക്കാൻ, കാണാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകാൻ നിൽക്കരുത്. അവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ലൈഫും കാര്യങ്ങളും ഉണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതുമായിട്ട് തിരക്കിലാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്. എപ്പോഴും നന്നായിട്ട് അവൈലബിൾ ആവുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ സ്നേഹിക്കാൻ പോകുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ചൊക്കെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫുണ്ട്, ആ ഒരു ലൈഫിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആ ഒരു പെൺകുട്ടി. അതല്ലാതെ ആ പെൺകുട്ടിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. അങ്ങനെ ഒരു ചിന്ത അവരിൽ കൊടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ അവരിൽ ഉണ്ടാക്കിയെടുക്കരുത്. ഞാനാണ് അയാളുടെ ജീവിതം എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കരുത്. അവരുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയാണ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക, കുറച്ചൊക്കെ തിരക്കായിട്ട് മാറുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ജോബ് ഉണ്ടെങ്കിൽ അങ്ങനെ, പഠിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി അംബീഷ്യസ് ആണ്. കുറച്ചൊക്കെ അംബീഷൻസ് ഉള്ളതുപോലെ നിങ്ങൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, കുഞ്ഞതായിട്ട് മതി. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു വണ്ടി വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു അംബീഷനാണ്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങണം, ശരി, അതും നിങ്ങളുടെ അംബീഷനാണ്. അങ്ങനെ വലുത് ചെറുത് എന്നൊന്നുമില്ല, ഒരു അംബീഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പെൺകുട്ടികൾക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അത് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവർ ഇത്രയും ആഗ്രഹം ഉണ്ട് ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യബോധമുണ്ട് എന്നൊരു ചിന്ത പെൺകുട്ടികളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരികയാണ് ചെയ്യുക, നിങ്ങളിലേക്ക് കുറേ അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. നമുക്കതാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു കുഞ്ഞ് ആഗ്രഹമാണെങ്കിലും ഒക്കെ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വീഡിയോസിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ഇരിക്കും നമ്മുടെ ചുറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ ഒരുപാട് കെയർ ചെയ്യുമ്പോൾ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ നമ്മളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുമോ, ജിമ്മിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോ നമ്മൾ സ്നേഹിക്കുന്നതൊന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ സെൽഫ് ലവും കൂടി ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അതായത് അവർക്ക് നിങ്ങളോട് ഉള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് കൂടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് ആൾ ഇഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. എപ്പോഴും നമുക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവർ ഒരുപാട് നമ്മൾ കെയർ ചെയ്യണം, അവരുടെ പുറകെ ഇങ്ങനെ പോകണം, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ പോകണം, അതാണ് ആ പെൺകുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ അവരുടെ പുറകെ ഇങ്ങനെ കുറേ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ശരിക്കും യാതൊരു വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവരെന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് സാധാരണ പെൺകുട്ടികൾ എന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ, അവന് വേറെ ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ പുറകെ വരികയാണ്, അപ്പം ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ, ഇങ്ങനെയാണ് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? അവരെന്തോ വലിയൊരു നിലയിൽ എത്തിയെന്ന് വിചാരിക്കും, നിങ്ങളെന്തോ ഇപ്പോഴും അവരുടെ താഴെയാണെന്നുള്ള ചിന്തയാണ് വരിക. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ അഭിമാനം കളഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ജോബുണ്ട്, നമ്മുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ അവരും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആ രീതിയിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പെരുമാറിയാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ മറ്റു കുറേ ടിപ്സും, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അവരെ നിങ്ങളൊക്കെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കാം. ഇങ്ങനെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അതായത് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം മാറി ഓക്കെ ആവാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്